നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റഡിയെക്കുറിച്ച് വായിച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഇവരെങ്ങനെ കുറച്ചുപേരെ മാത്രം തിരഞ്ഞെടുത്തു എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ ആ രഹസ്യം കണ്ടെത്താൻ പോവുകയാണ്. ഗവേഷകർ ഡേറ്റ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ചില കിടിലൻ വഴികളുണ്ട്. അതായത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് രീതികൾ. നമുക്കത് പരിചയപ്പെടാം. അപ്പോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തിനാണ് ഗവേഷകർ ഒരു വലിയ ജനവിഭാഗത്തിലെ എല്ലാവരെയും പഠിക്കാത്തത്? ഇതിന്റെ ഉത്തരം തന്നെയാണ് എന്തിന് സാമ്പിളിംഗ് വേണം എന്നതിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. സത്യം പറഞ്ഞാല് ഈ കാണുന്നത് പോലെ ഒരു വലിയ ജനവിഭാഗത്തെ മുഴുവനായി പഠിക്കുകയെന്ന് വെച്ചാല് അത് സമയത്തിന്റെ കാര്യത്തിലായാലും പണത്തിന്റെ കാര്യത്തിലായാലും മിക്കവാറും അസാധ്യമാണ്. അതുകൊണ്ടാണ് ഗവേഷകർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ, അതായത് ഒരു സാമ്പിളിനെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. ഗവേഷകർക്ക് മുന്നിൽ പ്രധാനമായും 2 വഴികളാണുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലിനിക്കൽ നഴ്സിംഗ് പോലുള്ള പഠനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെക്കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ പ്രായോഗികമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സാമ്പിളിങ്ങിലെ പ്രതിസന്ധി എന്താണെന്ന് നോക്കും. അതിനുശേഷം കൺവീനിയൻസ്, ക്വോട്ട, പർപ്പസീവ്, സ്നോബോൾ എന്നിങ്ങനെ 4 പ്രധാന രീതികൾ വിശദമായി പരിശോധിക്കും. അവസാനം ഇതെല്ലാം കൂടി എന്താണ് അർത്ഥമാക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ശരി, അപ്പം നമ്മുടെ ആദ്യത്തെ രീതിയിലേക്ക് കടക്കാം. കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ പ്രധാന താരം സൗകര്യമാണ്. പക്ഷെ അതിന് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാണുന്ന വിദ്യാർത്ഥികളോട് ഒരു സർവേ പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ. അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലെ ഒരു നഴ്സ് തന്റെ തൊട്ടടുത്ത് കാത്തിരിക്കുന്ന രോഗികളെ പഠനത്തിനായി തെരഞ്ഞെടുക്കുന്നതാലോചിച്ചു നോക്കൂ. ഇത് വളരെ വേഗത്തിൽ നടക്കും, വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിനെ കൺവീനിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും തമ്മിൽ ഒരു ബാലൻസിംഗ് കാണാം. ഒരു വശത്ത് ഇത് വളരെ വേഗതയേറിയതും പണം ലാഭിക്കുന്നതുമാണ്. പക്ഷെ മറുവശത്ത് പക്ഷപാതം, അതായത് ബയസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾ ഒരുപക്ഷെ മൊത്തം ജനസംഖ്യയെ ശരിയായി പ്രതിനിധീകരിക്കുന്നുണ്ടാവില്ല. ഇനി നമുക്ക് അടുത്ത രീതിയിലേക്ക് പോകാം. ക്വോട്ട സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിളിങ്ങിനേക്കാൾ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കായ ഒരു രീതിയാണിത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില പ്രത്യേക ഗ്രൂപ്പുകൾ നമ്മുടെ പഠനത്തിൽ കൃത്യമായ എണ്ണത്തിൽ ഉൾപ്പെടുന്നു എന്നുറപ്പാക്കും. അതായത് ജനസംഖ്യയിലെ അതേ അനുപാതം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു ആശുപത്രിയിലെ ജീവനക്കാരിൽ 70% സ്ത്രീകളും 30% പുരുഷന്മാരുമാണെന്നൊരു ഗവേഷകൻ അറിയാമെങ്കിൽ തന്റെ സാമ്പിളിലും ഇതേ അനുപാതം വേണമെന്ന് അവർ തീരുമാനിച്ചേക്കാം. അപ്പോൾ ഒരു ആശുപത്രിയിൽ 70% സ്ത്രീ നഴ്സുമാരും 30% പുരുഷ നഴ്സുമാരുമുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിളിലും കൃത്യമായി ഇതേ അനുപാതം നിലനിർത്താൻ ഈ രീതി സഹായിക്കുന്നു. ഇതു പഠനത്തിന് കുറച്ചുകൂടി കൃത്യത നൽകും. ഇതുവരെ നമ്മൾ എണ്ണത്തെക്കുറിച്ചും അനുപാതത്തെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന രീതി, അതായത് പർപ്പസീവ് സാമ്പിളിംഗ്, പൂർണ്ണമായും ഗവേഷകന്റെ വൈദഗ്ധ്യത്തെയും തീരുമാനത്തെയും ആശ്രയിച്ചിരിക്കും. ഇതിനെ ഒരു ടാലന്റ് സ്കൗട്ടിന്റെ ജോലിയായിട്ട് സങ്കല്പിച്ചു നോക്കൂ. പഠനത്തിന് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആർക്കാണോ കഴിയുക എന്ന് ഗവേഷകർ കരുതുന്നുവോ അവരെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നു. അതായത് ആഴത്തിലുള്ള അറിവോ പ്രത്യേക അനുഭവപരിചയമോ ഉള്ളവരെ തേടിപ്പിടിക്കുകയാണിവിടെ. ഇവിടെ ലക്ഷ്യം എല്ലാവരെയും പ്രതിനിധീകരിക്കുക എന്നതല്ല, മറിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആഴത്തിലുള്ള ഉൾക്കാഴ്ച നേടുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാന കാര്യം. ഈ രീതിയിലൂടെ നമുക്ക് അവിശ്വസനീയമാം വിധം ആഴത്തിലുള്ള ഡാറ്റ കിട്ടും. പക്ഷേ അതിന്റെ വിശ്വാസ്യത പൂർണ്ണമായും ആ ഗവേഷകന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. ആ തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇനി നമ്മുടെ അവസാനത്തെ രീതിയായ സ്നോബോൾ സാമ്പിളിംഗിലേക്ക് കടക്കാം. കണ്ടെത്താൻ പ്രയാസമുള്ള, ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് അല്പം ഒളിച്ചു നിൽക്കുന്ന ആളുകളെക്കുറിച്ച് പഠിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ? ഒരു ചെറിയ മഞ്ഞുകട്ട കുന്നിൻമുകളിൽ നിന്ന് ഉരുണ്ടു തുടങ്ങി താഴെ എത്തുമ്പോഴേക്കും വലുതായി വരുന്നത് പോലെയാണിതും. സാമൂഹികമായി ഒറ്റപ്പെട്ടവർ അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവങ്ങളുള്ള കൗമാരക്കാർ, ഇങ്ങനെയുള്ളവരെ നേരിട്ട് കണ്ടെത്താൻ പ്രയാസമാണ്. അങ്ങനെയുള്ളവരെ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗമാണിത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അങ്ങനെ ഒരു ശൃംഖല പോലെ ഇത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിപ്പോ 4 വ്യത്യസ്ത രീതികൾ കണ്ടു. സൗകര്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്,
കോട്ട നിശ്ചയിക്കുന്നത്, വിദഗ്ധരെ തിരഞ്ഞെടുക്കുന്നത്, പിന്നെ ഒരു ശൃംഖല പോലെ വളരുന്നത്. ഇവയെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് ചേരുന്നത്? ഈ പട്ടിക നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഓരോ രീതിയും ഓരോ പ്രത്യേക ജോലിക്കുള്ള ഓരോ പ്രത്യേക ടൂളാണ്. നിങ്ങൾക്ക് വേഗതയാണോ വേണ്ടത്? കൺവീനിയൻസ് ഉപയോഗിക്കാം. കൃത്യമായ പ്രാതിനിധ്യം വേണമെങ്കിൽ ക്വോട്ട തിരഞ്ഞെടുക്കാം. ആഴത്തിലുള്ള അറിവാണോ ലക്ഷ്യം? അപ്പോൾ പർപ്പോസീവാണ് നല്ലത്. ഇനി കണ്ടെത്താൻ പ്രയാസമുള്ളവരെയാണോ പഠിക്കേണ്ടത്? സംശയിക്കേണ്ട, സ്നോബോളാണ് വഴി. ഇതെല്ലാം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്, അല്ലേ? കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത തവണ നിങ്ങളൊരു പഠനം വായിക്കുമ്പോൾ അവർ എങ്ങനെയാണ് സാമ്പിൾ തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ആ പഠനത്തിന്റെ കണ്ടെത്തലുകളെ എത്രത്തോളം വിശ്വസിക്കാമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു പഠനം കാണുമ്പോൾ അതിലെ വലിയ തലക്കെട്ടുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുക. സ്വയം ചോദിക്കുക, ഈ ഡേറ്റ ആരിൽ നിന്നാണ് വന്നത്? ആ ഒരൊറ്റ ചോദ്യം മതി ഗവേഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കാൻ. കണ്ടതിന് നന്ദി.